നമ്മൾ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയം തൊട്ടിട്ട് നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ പുറത്തുള്ള കുറേ കാര്യങ്ങൾ സോഷ്യൽ ആയിട്ടും പൊളിറ്റിക്കലായിട്ടും എന്ത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന നമ്മുടെ ബിഹേവിയറിലായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ പ്രൊജക്ഷൻസാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് എൻ്റെ കംപ്ലീറ്റ് ഇൻസ്പിറേഷൻ അച്ഛൻ തന്നെയാണ്. അച്ഛൻ വരയ്ക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് വരയ്ക്കുമ്പോഴേ പെയിൻ്റ് എടുക്കുന്നതിനായാലും ബ്രഷ് ഏതായാലും അച്ഛൻ പറയും ലുബ്ധിച്ച് ചെയ്യണ്ട, പിശുക്കണ്ട, നിങ്ങൾ കളർ ചെയ്തോ, അതിനെ ഒന്നും മടിക്കണ്ട, അത് എത്രയാണെന്ന് വെച്ചാൽ കളർ നല്ലോണം മിക്സ് ചെയ്ത് ചെയ്തോ. അതുപോലെ ഡ്രോയിങ് ആണെങ്കിലും നമ്മൾ പവറോടെ വരയ്ക്കണം, അതിലൊരു ശങ്കിച്ച് വരയ്ക്കരുത്. എനിക്ക് തോന്നാറ് എപ്പോഴും നമ്മുടെ വരയിൽ കുറേ കൂടെ ഒരു സ്ട്രോങ് ആയിരിക്കണം. അത് ആൺപെൺ ഭേദം അതിൽ ആവശ്യമില്ല. ആ വർക്ക് വ്യൂവറുമായിട്ട് കൺവേ ചെയ്യാൻ പറ്റണം. അത് എത്ര ശക്തിയായിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളത്. എനിക്ക് ഭയങ്കര എക്സ്പ്രസീവായിട്ട് വരയ്ക്കണം. ഞാനും അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഫെഡപ്പായിട്ട് മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ വരച്ച് കഴിയുമ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും. ഒരു ഇമോഷൻ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിഷമം അതിലങ്ങ് പ്യൂരിഫൈ ചെയ്ത പോലെ ഉള്ളൊരു എഫക്റ്റ് നമുക്ക് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കിട്ടാറുണ്ട്. എൻ്റെ വർക്ക് എനിക്കൊരു ആക്ഷൻ പെയിൻറ്റിങ് പോലെയാണ്. അപ്പോൾ അതൊരു വലിയ സ്പേസിൽ വലിയ ഹൈ എനർജിയിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് കുറേ കൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയം ചാർക്കോളാണ്. അത് നമുക്ക് സ്മഡ്ജ് ചെയ്യാം, ചിലപ്പോൾ മുകളിൽ വരയ്ക്കാം, അത് തന്നെ ഒരു മൂവ്മെൻറ്റ് ഫീൽ കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്കത് കുറേ കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ലൈഫിൽ കുറേ കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ് ബിസിയായി ഞാൻ പാക്ക്ഡ് ആയിരിക്കുമ്പോൾ എനിക്ക് പിന്നെ പെയിൻ്റ് എടുത്ത് ചെയ്യാനുള്ള ഒരു സമയം സ്പേസും കിട്ടുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ വർക്ക് എങ്ങനെയും നടക്കണം എന്നുള്ളൊരു സാധനം മാത്രമാണ് മൈൻഡിലുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് മീഡിയം ചാർക്കോളാണ്. അതിലാകുമ്പോൾ നമുക്ക് കളർ ഫില്ല് ചെയ്തില്ലെങ്കിലും ആ ഒരു ഡെപ്തും ടോണും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മീഡിയം ചാർക്കോളാണ്. എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അത് തമ്മിലുള്ള ഒരു കോംപ്ലക്സിറ്റി വരുമ്പോൾ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൊരു സാധനം വരുമ്പോൾ ഞാനത് കൂടുതലും എല്ലാവരും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ബോഡി ത്രൂ ആണ്. അപ്പോൾ ആ ബോഡി തന്നെയാണ് അതിൻ്റെ ഒരു നല്ല മീഡിയം എന്ന് എനിക്ക് തോന്നി. ബോഡി ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ആളിൽ തന്നെ പല പേഴ്സണാലിറ്റികൾ വരുന്നത്. ആർട്ട് എന്ന് പറയുന്ന ഒരു മീഡിയത്തിൻ്റെ ഗുണം നമ്മൾക്ക് ചിന്തിക്കുന്നത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് പറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വരച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തരത്തിൽ അത് ആ കോംപ്ലക്സിറ്റി ആ ഒരു സങ്കീർണത നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ ആ ഒരു കോമ്പോസിഷനിലേക്ക് എത്തുന്നത്.